ക്ഷേമത്തിലും വികസനത്തിലും അധിക വിഭവ സമാഹരണത്തിലും ന്യൂ ഇന്നിംഗ്സ് തുറന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പെൻഷൻകാരുടെ 600 കോടി രൂപയുടെ കുടിശ്ശിക ഈ മാസം തന്നെ നൽകും. 2 ഗഡു ശമ്പള പരിഷ്കാര കുടിശ്ശികയും ഈ വർഷം. ശമ്പളക്കാരുടെ 2 ഗഡു DA കുടിശ്ശിക PF-ലേക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ ലയിപ്പിക്കും. ഭൂനികുതി 50% വർദ്ധിപ്പിച്ചും കോടതി വ്യവഹാര ചെലവ് കൂട്ടിയുമാണ് അധിക വിഭവ സമാഹരണം. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിലില്ല. എന്നാൽ പെൻഷൻ കുടിശ്ശികയും DA കുടിശ്ശികയും ഉൾപ്പെടെ കൊടുത്തു തീർത്ത് സാധാരണക്കാരുടെയും ജീവനക്കാരുടെയും വിശ്വാസം ആർജിക്കാനുള്ള ശ്രമങ്ങളാണ് ധനമന്ത്രി ഇന്ന് ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത്. സർക്കാർ ജീവനക്കാർക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ധനമന്ത്രിയുടെ ഉത്തരം ഇതാണ്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും. സർ, ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അത് PF-ൽ ലയിപ്പിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ സാധാരണക്കാർക്കോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ റൂൾ 300 അനുസരിച്ച് ഇനി 3 കുടിശ്ശികകൾ കൊടുത്തു തീർക്കാനുണ്ട്. അത് സമയബന്ധമായി ഏകദേശം 3000 കോടി രൂപയിലധികം സമയബന്ധമായി കൊടുത്തു തീർക്കും എന്നുള്ള സഭയിൽ ഉറപ്പു തരികയാണ് സർ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചില്ലെങ്കിലും 3 മാസത്തെ കുടിശ്ശികയായി 4800 രൂപ നൽകുമെന്നാണ് പ്രഖ്യാപനം. അപ്പോൾ എന്തിനൊക്കെയാണ് ചെലവ് കൂടുന്നത്? സർ, സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭൂമിയുടെ മൂല്യവും അതിൻ്റെ വരുമാന സാധ്യതകളും 10 മടങ്ങ് വർദ്ധിച്ചു. ഇപ്പോൾ ഈടാക്കുന്ന അടിസ്ഥാന ഭൂനികുതി തികച്ചും നാമമാത്രമാണ്. ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതായി നിലവിലുള്ള നികുതി സ്ലാബുകളുടെ നിരക്കുകൾ 50% വർദ്ധിപ്പിക്കുന്നതാണ്. ഭൂനികുതി മാത്രമല്ല, കോടതി വ്യവഹാരത്തിനും ചെലവ് കൂടും. ജസ്റ്റിസ് മോഹനൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപനം. ബസ് യാത്രാ കൂലി കൂടുമെന്ന് ധനമന്ത്രി പറഞ്ഞില്ല. എന്നാൽ ബസ്സുകാർ ദീർഘകാലമായി ആവശ്യപ്പെടുന്ന നികുതി ഇളവ് പ്രഖ്യാപിച്ചു. ടൂറിസ്റ്റ് വാഹനങ്ങൾക്കും നികുതിയിൽ ഇളവുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവയുടെ നികുതി ഏകീകരിച്ചതോടെ നിശ്ചിത എണ്ണം സീറ്റുകളുള്ള ബസ്സുകൾക്ക് നികുതി കൂടും. അപ്പോൾ എന്താണ് ബജറ്റിലെ പുതിയ പദ്ധതികൾ? 1. വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണം. 2. വെസ്റ്റ് കോസ്റ്റ് കനാലിൻ്റെ സ്വാധീന മേഖലയിലൂടെ സാമ്പത്തിക വികസനം. 3. തീരദേശ ഹൈവേയോട് ചേർന്നുള്ള സാമ്പത്തിക മേഖലകളുടെ വികസനം. 4. തിരുവനന്തപുരം ഔട്ടർ ഏരിയ വളർച്ചാ ഇടനാഴി. 5. ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾ. 6. IT പാർക്കുകളും IT ഇടനാഴികളും. പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിനായി ഒരു SPV രൂപീകരിച്ച് ഭൂവികസന നിക്ഷേപങ്ങളും ശക്തിപ്പെടുത്തും. നേരിട്ടുള്ള ഭൂമി വാങ്ങലിനായി 1000 കോടി രൂപ കിഫ്ബി വഴി വിനിയോഗിക്കും. വിഴിഞ്ഞം കൊല്ലം പുനലൂർ പദ്ധതിക്ക് പുറമെ കൊച്ചിയിൽ ഹൗസിംഗ് ബോർഡുമായി ചേർന്ന് 2000 കോടി രൂപയിലേറെ മുടക്കുള്ള ഭവന പദ്ധതിയും പ്രഖ്യാപിച്ചു. കൊച്ചി കോയമ്പത്തൂർ ഇടനാഴിയും ബജറ്റിലുണ്ട്. തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ എന്ന സ്വപ്നം ബജറ്റിലും ഇടം പിടിച്ചു. വൻ പദ്ധതികളും സാധാരണക്കാർക്കും സർക്കാർ ജീവനക്കാർക്കും സന്തോഷിക്കാനുള്ള ആനുകൂല്യങ്ങളും ഒക്കെ ബജറ്റിലുണ്ട്. എന്നാൽ വിഭവ സമാഹരണത്തിനുള്ള നികുതി വർധനവ് സാധാരണക്കാർക്കുമേൽ അധിക ഭാരമാണ്. ഇതെങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. റിപ്പോർട്ടർ VS അനുവിനൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.